പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരെ ലോസ് ആഞ്ചലസിൽ ആരംഭിച്ച പ്രതിഷേധം കടുക്കുന്നു. പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് തീയിടുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തതോടെ കലാപസമാനമായ സാഹചര്യമാണുള്ളത്. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിലെ 2000-ലധികം അംഗങ്ങളെ വിന്യസിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ലോസ് ആഞ്ചലസിന് പുറത്തേക്കും പ്രതിഷേധം വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാരാമൗണ്ട്, കോംപ്ടൺ പോലുള്ള സമീപ പട്ടണങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ഫ്രീവേകൾ ഉൾപ്പെടെ സമരക്കാർ ഉപരോധിച്ചതോടെ സുരക്ഷാ സേന അടിച്ചമർത്തൽ നടപടികളും ശക്തമാക്കി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചു. സൈന്യത്തിലെ ഉന്നത വിഭാഗമായ മറീൻ കോർപ്സിനെ വിന്യസിക്കാനുള്ള നീക്കവും ഭരണകൂടം നടത്തുന്നുണ്ട്. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സൈന്യത്തെ ഇറക്കുന്നത് അസാധാരണമായ നടപടിയാണ്. പ്രസിഡന്റിന് ഇതിനുള്ള അധികാരമുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ മാത്രമേ ഇത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തിന് എതിരെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായുള്ള റെയ്ഡുകളും അറസ്റ്റുകൾക്കുമെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളുടെ ഭാഗമായിരുന്നു പാരാമൗണ്ടിലെ പ്രതിഷേധവും. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ തടയാനുള്ള പ്രതിഷേധമായിരുന്നു സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ഉദ്യോഗസ്ഥരെ 1000-ഓളം വരുന്ന പ്രതിഷേധക്കാർ വളയുകയായിരുന്നുവെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കടുത്ത എതിർപ്പിനെ മറികടന്നാണ് ട്രംപ് നഗരത്തിൽ നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനും ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസിനും അവരുടെ ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഫെഡറൽ ഗവൺമെന്റ് ചെയ്യാനായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഡെമോക്രാറ്റ് ഗവർണറാണ് ന്യൂസോം. കലാപം ആളിക്കത്തിക്കാൻ ട്രംപ് മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ന്യൂസോം ആരോപിച്ചു. പ്രാദേശിക പോലീസിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാഷണൽ ഗാർഡിനെ ഇറക്കി ഫെഡറൽ സർക്കാർ ആളിക്കത്തിക്കുന്നതെന്ന് ന്യൂസോം പറഞ്ഞു. സാധാരണഗതിയിൽ സംസ്ഥാന ഗവർണർമാർ അഭ്യർത്ഥിക്കുമ്പോഴാണ് പ്രസിഡന്റ് സംസ്ഥാനത്തേക്ക് നാഷണൽ ഗാർഡിനെ അയക്കാറുള്ളത്. ഈ സാഹചര്യങ്ങളിൽ സംസ്ഥാന ഭരണകൂടത്തോടും ഫെഡറൽ സർക്കാരിനോടും വിധേയമായിട്ടാണ് നാഷണൽ ഗാർഡ് പ്രവർത്തിക്കുക. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ട്രംപിന്റെ നീക്കം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലോസ് ആഞ്ചലസിൽ ആകെ ജനസംഖ്യയുടെ മുന്നിൽ ഒന്നും കുടിയേറ്റക്കാരാണെന്ന് കരുതപ്പെടുന്നത്. കഴിഞ്ഞ മാസം 239 അനധികൃത കുടിയേറ്റക്കാരെ നഗരത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവരുടെ എണ്ണം കുറഞ്ഞു പോയെന്ന ട്രംപിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി നടപടികൾ കർശനമാക്കിയത്. ഒരു ദിവസം ചുരുങ്ങിയത് 3000 പേരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. യുഎസിലെ ലോസ് ആഞ്ചലസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തുന്ന നടപടിക്കെതിരെ മാസ്ക് ധരിച്ച് പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുമുണ്ടായി. മാസ്ക് ധരിച്ച് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് നിരോധിച്ച ട്രംപ് കലാപം അമർച്ച ചെയ്ത നാഷണൽ ഗാർഡിനെ പ്രശംസിക്കുകയും ചെയ്തു. സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടിയ പ്രതിഷേധക്കാരെ റിസർവ് സൈനിക വിഭാഗമായ നാഷണൽ ഗാർഡിനെ ഇറക്കിയാണ് ട്രംപ് നേരിട്ടത്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവർണർമാരുടെ നിയന്ത്രണത്തിലുള്ള സേനയാണിത്. പ്രതിഷേധക്കാരെ നേരിടാൻ നാഷണൽ ഗാർഡിനെ ഇറക്കുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസമിന്റെ പ്രതികരണം. അമേരിക്കയിലെ 2ാമത്തെ വലിയ നഗരവും ഹോളിവുഡ് ആസ്ഥാനവുമായ ലോസ് ആഞ്ചലസിൽ വാഹനങ്ങൾ കത്തിച്ചും സുരക്ഷാസേനയോട് ഏറ്റുമുട്ടിയുമായിരുന്നു കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരായ പ്രതിഷേധം നടന്നത്. ഇത് നേരിടാൻ പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം രംഗത്തിറങ്ങിയ നാഷണൽ ഗാർഡ് പ്രധാന സർക്കാർ മന്ദിരങ്ങൾക്കെല്ലാം വലയം തീർത്തു. ആൾക്കൂട്ടത്തെ നേരിടാൻ അശ്വാരൂഢ പോലീസും രംഗത്തിറങ്ങി. മുഖാവരണം ധരിച്ചവരെ അറസ്റ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ എന്നായിരുന്നു സ്വന്തം ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ ട്രൂത്തിലൂടെ ട്രംപിന്റെ കൽപ്പന. ഇപ്പോൾ മുതൽ പ്രതിഷേധങ്ങൾക്കിടെ മാസ്ക് ധരിക്കുന്നത് അനുവദനീയമല്ലെന്നും നേരത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഫെഡറൽ സർക്കാരിന് ഇത്തരമൊരു ഉത്തരവിറക്കാൻ അധികാരമുണ്ടോയെന്നതിൽ വ്യക്തതയില്ല. മുഖം തിരിച്ചറിയാതിരിക്കാനും പോലീസ് പ്രയോഗിക്കുന്ന ഗ്രനേഡുകളുടെ പുക ശ്വസിക്കാതിരിക്കാനുമാണ് പ്രതിഷേധക്കാർ സാധാരണയായി മാസ്ക് ധരിക്കാറുള്ളത്.